പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KPSTA സ്വദേശ് മെഗാ ക്വിസിൻ്റെ സംസ്ഥാനതല ചോദ്യങ്ങളാണ്. CH പ്രതിഭ ക്വിസ്, സഹപാഠി അറിവുത്സവം ക്വിസ് ഇവയുടെ സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അക്ഷരമുറ്റം സ്കൂൾ ലെവൽ മുതൽ ജില്ലാ ലെവൽ വരെ നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വിടാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോരവറ്റി വിളറിയ വാളുകൾ ദൂരെ ദൂരെ നിലം പതിച്ചിടവേ അങ്ങകലെ പൊഴിഞ്ഞ പല്ലിന് വിട വങ്കുരിപ്പിച്ച പുഞ്ചിരി തെല്ലിനാൽ വിശ്വസൗഹൃദം പാകുകയാണതാ വൃദ്ധനായൊരു കർമ്മയോഗീശ്വരൻ. കർമ്മയോഗി എന്ന കവിതയിൽ ഗാന്ധിജിയെക്കുറിച്ച് ഈ വരികൾ കുറിച്ചതാര്? വയലാർ രാമവർമ്മ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കൂടെ താമസം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലെയുള്ള അനുഭവം അദ്ദേഹം എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു. സ്വന്തം അനുജനോട് എന്ന പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1929 ഒരു പുതുവത്സര തലേന്ന് ലാഹോറിലെ രവി നദിക്കരയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിതയായ മീര ബെന്നിൻ്റെ യഥാർത്ഥ പേരെന്ത്? മെഡലിൻ സ്ലൈഡ്. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ആൻസർ സേവാഗ്രാം. ഏഴാമത്തെ ക്വസ്റ്റ്യന്. ഒരിക്കലും അക്രമത്തിന് തുനിയരുത്. യാതൊരു സംഭാവനയെയും ആശ്രയിക്കരുത്. പണിമുടക്ക് എത്ര കാലം നീണ്ടു നിന്നാലും ഉറച്ചു നിൽക്കുകയും ഭക്ഷണത്തിനുള്ള വക മറ്റെന്തെങ്കിലും സത്യസന്ധമായ ജോലി കൊണ്ട് നേടുകയും വേണം. സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി മുകളിൽ സൂചിപ്പിച്ച വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചത്? അഹമ്മദാബാദ് മിൽ സമരം. 1928 കേരളത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ പയ്യന്നൂർ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ആൻസർ ക്വിറ്റ് ഇന്ത്യ. 10ാമത്തെ ചോദ്യം. മനു എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവകാരി? ഝാൻസി റാണി. ബംഗാൾ വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ ദിവസത്തിനു വേണ്ടി ടാഗോർ രചിച്ച ഗാനം ഏത്? അമർ സോനാർ ബംഗ്ല. കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയതാര്? MT വാസുദേവൻ നായർ. 13ാമത്തെ ക്വസ്റ്റ്യന്. 1899 ബുവർ യുദ്ധത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ ഗാന്ധിജി. 2024 വേൾഡ് സ്പേസ് അവാർഡ് കരസ്ഥമാക്കിയ ഈ വ്യക്തി ആരാണ്? ഡോക്ടർ S സോമനാഥ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനിയെ തിരിച്ചറിയൂ. K കേളപ്പൻ. 16ാമത്തെ ക്വസ്റ്റ്യന്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്നതാര്? ആൻസർ വിരാട് കോഹ്ലി. അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയതാര്? രാജേന്ദ്ര പ്രസാദ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രസക്തി, ക്ഷേത്രപ്രവേശനം, സമൂഹത്തിലെ അസമത്വം എന്നിവയെക്കുറിച്ചെല്ലാം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ദീർഘമായി സംസാരിച്ചു. ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ഇത് നടന്നത്? 2ാമത്തെ, 1925. ഐ ബോ ഡു ദി മദർ എന്ന ഇംഗ്ലീഷ് പരിഭാഷ ഏത് ഗാനത്തിൻ്റെതാണ്? വന്ദേ മാതരം. 20ാമത്തെ ക്വസ്റ്റ്യന്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1929 സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. ഇനി ടൈ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം കേട്ടോ. മക്കളെ, നമ്മുടെ ചാനലിലൂടെ ദിനാചരണ ക്വിസ് വീഡിയോസ് മാത്രമല്ല കേട്ടോ, LSSൻ്റെ ക്ലാസ്സുകൾ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ. 21ാമത്തെ ചോദ്യം. ഗാന്ധി സമാധിയായ രാജ്ഘട്ട് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദീതീരത്ത്. ശാന്തിവനവും യമുന നദീതീരത്താണ് അല്ലേ.
ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ശക്തി സ്ഥൽ. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം എന്ന് പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി വിജയി ആര്? ആൻസർ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റു എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്? 6 തവണ. കമൻറ്റ് ബോക്സിലൂടെ 4-5 കുട്ടികൾ സ്വദേശ് മെഗാ ക്വിസിൻ്റെ ജില്ലാ ലെവലും സ്റ്റേറ്റ് ലെവലും ക്വസ്റ്റ്യൻ പേപ്പർ വിടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ കിട്ടിയത്. ആ കുട്ടിയുടെ സ്കൂളിൻ്റെയും ജില്ലയുടെയും പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി വിടണം കേട്ടോ. എൻ്റെ മക്കളുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചാനലിന് വിടുന്നത് കേട്ടോ. മറ്റെല്ലാ ക്വിസ് പ്രോഗ്രാമിൻ്റെയും ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂൾ ലെവൽ മുതലുള്ള സ്റ്റേറ്റ് ലെവൽ വരെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനൽ വിട്ടിട്ടുണ്ട് കേട്ടോ. മക്കൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാ കുട്ടികളും അത് പോയി കാണുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് നമ്മളുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ല, ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രഗത്ഭരായ അധ്യാപകരുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും, നിങ്ങളുടെ കൂട്ടുകാർക്കും സ്കൂളിലെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. LSS ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതറിയുന്ന മക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നു മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.